അച്ഛാ. അവസാനിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. ബന്ധങ്ങളൊന്നും വേണ്ട, വിജയം മാത്രം മതി. കുടുംബത്തിലുള്ളവരുടെ കണ്ണീരും വേദനയും ഒന്നും കാണണ്ട. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ് ദേഷ്യം തോന്നരുത്. 2 ദിവസമായി ഞാൻ ആലോചിക്കുക. സത്യത്തിൽ ചന്ദ്രോത്ത് ഞാൻ വന്നത് മുതലാ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഇവിടെ വീട്ടിലെ പ്രശ്നങ്ങള്, മീരയുടെ ഇഷ്യൂ, ദാ ഇപ്പൊ ഇങ്ങനെയും. അമ്മ തെരഞ്ഞെടുപ്പിലല്ല, എന്നോട് വ്യക്തിപരമായി മത്സരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അത് കുടുംബത്തെയും ബാധിക്കും. എന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ അച്ഛാ? എനിക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തോന്നുന്നില്ല അച്ഛാ. നിർത്തടി, മത്സരിക്കണ്ട, നീ മത്സരിക്കണ്ട. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവിടെ വന്നിരിക്ക. പിന്മാറിക്കോ, മത്സരിക്കണ്ട. എഴുത്, ഒരു പത്രപ്രസ്താവന എഴുത്. മാനസികമായ പ്രശ്നങ്ങളാൽ ഞാൻ പിന്മാറുന്നു. ഞാൻ പത്രക്കാർക്ക് കൊടുക്കാം. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ചെന്ന് ജീവൻ ഒടുക്കിക്കോളാം. ഏയ്, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. മാനസിക നില തെറ്റിപ്പോവാതെ പിടിച്ചു നിൽക്കുക. ഞാൻ ഒന്നും പറയണ്ട, പിന്മാറിക്കോ. നീ മത്സരിക്കണ്ട. നിന്റെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലാന്ന്. വേണ്ടടാ, ആരും വേണ്ട. പ്രഭ നോമിനേഷൻ കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞു, ബന്ധങ്ങൾ നോക്കുന്നില്ലാന്ന്. ദേവികയും പിന്മാറുന്നു. അച്ഛാ, അവള് വിഷമം കൊണ്ട്. ഓ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമേ വിഷമുള്ളൂ. ഞാനൊരു മനുഷ്യനല്ലേ. പ്രഭ എന്നെ മറന്നുകൊണ്ടാ പ്രവർത്തിക്കുന്നേ. അവക്ക് വേണ്ടി ജീവിച്ചവനാ ഞാൻ. എന്നിട്ടിപ്പോ എന്തായി? അച്ഛാ, ആരും വേണ്ടടാ, ആരും എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. നിന്നെ ഞാൻ എന്റെ രജനിയെ പോലെ കണ്ടിട്ടുള്ളത്. മോളെ എന്ന് വിളിക്കുന്ന ഒരു ഭംഗിവാക്കല്ല. മോളെ എന്ന് കണ്ടു തന്നെ കൂടെ കൊണ്ടു കിടക്കുന്നേ. ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. വിഷമമെങ്കിൽ ക്ഷമിച്ചേക്ക്. വേണ്ട, ഇനി തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. നോമിനേഷൻ പിൻവലിച്ച് വീട്ടിലിരുന്നാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മത്സരിക്കണ്ട. അച്ഛാ, വേണ്ടടാ, ഒന്നും വേണ്ട. നിന്റെ ഭാര്യ മത്സരിക്കണ്ട. ഞാൻ തോറ്റു, ഞാൻ തോറ്റു. ആരും വേണ്ട എന്റെ കൂടെ, ആരും. ദേവി, എന്താ നന്ദു, എന്താ അച്ഛൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛന്റെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഈ സമയത്ത് നീ അങ്ങനെ പറഞ്ഞപ്പോ അച്ഛനത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ പാടില്ലായിരുന്നു. അന്ന് എന്നോട് അച്ഛൻ
സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞപ്പോ തന്നെ ഞാനത് എതിർക്കണമായിരുന്നു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങാൻ പാടില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ സന്തോഷമുള്ള ജീവിതത്തിൽ ഇരിക്കുമായിരുന്നു. നീ മത്സരിച്ചതിൽ ഒരു കുഴപ്പമില്ല. പ്രശ്നങ്ങൾ തുടങ്ങിയത് അമ്മയും മത്സരിക്കാൻ ഒരുങ്ങിയപ്പോഴാ. എല്ലാത്തിനും ഉത്തരവാദി അമ്മയല്ലേ? അച്ഛൻ ആകെ തകർന്നിരിക്കുക. അമ്മ നോമിനേഷൻ കൊടുത്തതോടെ നേരിട്ടുള്ള മത്സരം ആരംഭിക്കുക.